ഇപ്പോൾ 80 വയസ്സായ ഒരു കാരണവർ ഒരു ഇഷ്യൂ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതങ്ങനെ ആയിരുന്നില്ല എന്ന് ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ എളുപ്പമാണ്. അദ്ദേഹം ചെയ്തത് എന്താ, ഇവരൊരു കുറച്ച് പൈസ വാഷ്റൂമിൽ കണ്ടു എന്നൊരാൾ ഓടി വന്ന് പറഞ്ഞു ഇങ്ങനെ വാഷ്റൂമിൽ കാശിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം പോയി നോക്കി പരിശോധിച്ചു, ഈ കള്ളത്തരം കണ്ടുപിടിച്ചു. ഇവന്മാരുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ മോഷ്ടിച്ച് കാശ് വയ്ക്കണമെന്ന് പറഞ്ഞു. അതിനെയാണ് ഇവർ റെയ്ഡ് എന്നൊക്കെ വിളിക്കുന്നത്. റെയ്ഡ് ആയിരുന്നില്ല, അത് റെയ്ഡ് എന്ന് പറഞ്ഞാൽ അവരെ പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞിട്ട് അകത്ത് പരതി എടുക്കുന്നതാണ്. ഇത് അവരെ കൊണ്ട് തന്നെ വെപ്പിച്ചു. ഇപ്പോൾ ഈ 80 ലക്ഷം രൂപ കണ്ടെടുത്തു എന്ന് പറയുന്നതിൽ ഏകദേശം 77-78 ലക്ഷം രൂപയും കണ്ടെടുത്തത് ചമ്പത് റായിയാണ്. ചമ്പത് റായി അതിന് പോലീസ് സഹായം തേടിയിരുന്നു അൺഒഫീഷ്യലായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അടുത്ത കാലത്ത് അങ്ങനെ ചെയ്ത ഒരു സംഭവം ഞാൻ പറയാം. തിരുവിതാംകൂർ കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് ഒരു മാല കാണാതെ പോയി. വാർത്ത വന്ന് ഓർക്കുന്നു. അതെ, 2 മാസം കഴിഞ്ഞാണ് FIR രജിസ്റ്റർ ചെയ്തത്. പക്ഷേ അതിന് മുമ്പ് തന്നെ അവർ പോലീസിനെ അറിയിച്ചിരുന്നു, FIR ഇട്ട് വിവാദമാക്കരുത്, പക്ഷെ ഞങ്ങളെ സഹായിക്കണം. പോലീസ് അൺഒഫീഷ്യലി അവരെ സഹായിച്ചു. സെയിം തിങ് അയോധ്യയിൽ നടന്നു. ചമ്പത് റായ് പറഞ്ഞു, നമുക്ക് ചിലരുടെ വീട്ടിൽ പോയിട്ട് എനിക്ക് ഇന്ന സംശയമുണ്ട്, ഇന്നതാണ് പ്രശ്നം, ചെവി അറിയാതെ ഇത് നടത്തിയെടുക്കണം. അത് നിയമദൃഷ്ടിയിൽ വേണമെങ്കിൽ ചമ്പത് റായ് കൂടെ ചേർന്ന് മോഷണം നടത്തി, മോഷണം മുതൽ ഒതുക്കി എന്നൊക്കെ ഒരു ആരോപണം കൊണ്ടുവരാൻ വേണമെങ്കിൽ. ബട്ട് വാസ്തവം അതല്ല. ഇവരെല്ലാവരും സമ്മതിച്ചു, റെയ്ഡ് ചെയ്തു, അവരെ അറസ്റ്റ് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞു FIR ഇടണം.